പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരാവുന്ന ചില ക്വസ്റ്റ്യനും അതിൻ്റെ പ്രൊസീജിയറുമാണ് പരിചയപ്പെട്ടത്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തവണത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചിരുന്നു. ഇത്തവണത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരാവുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു മോഡലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. പ്രാക്ടിക്കൽ നമ്പർ 2, സ്പ്രെഡ്ഷീറ്റ് ടോപ്പിക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ സം ആൻഡ് സം ഈഫ്. സ്പ്രെഡ്ഷീറ്റ് എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് സം ഈഫ് എന്ന ഫംഗ്ഷൻ പ്രതിപാദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രാക്ടിക്കൽ നമ്പർ 2 ആയിട്ട് നൽകിയിട്ടുള്ളത്. ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാം. Given below is a table showing name, designation and monthly salary paid for different employee in Royal Traders for January 2020. Then find out the following. The total monthly salary by naming the concerned range as total salary. The total monthly salary paid to marketing manager in the firm. നിങ്ങൾക്ക് സ്ക്രീനിൽ കുറേ എംപ്ലോയീസിൻ്റെ പേരും അവരുടെ ഡെസിഗ്നേഷനും മന്ത്ലി സാലറി ഉൾക്കൊള്ളുന്ന ഒരു ടേബിൾ കാണാം. ആ ടേബിൾ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്ന്, ടോട്ടൽ മന്ത്ലി സാലറി, അവരുടെ എല്ലാവരുടെയും ടോട്ടൽ സാലറി നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തേണ്ടത് ആ മന്ത്ലി സാലറി എന്ന റേഞ്ചിന് ടോട്ടൽ സാലറി എന്ന പേര് നൽകിക്കൊണ്ടായിരിക്കണം. അപ്പോൾ റേഞ്ചിന് നമ്മൾ പേര് നൽകിയിട്ടാണ് നമ്മൾ ടോട്ടൽ സാലറി കണ്ടെത്തേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാർക്കറ്റിംഗ് മാനേജർ ടോട്ടൽ മന്ത്ലി സാലറി നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും മാർക്കറ്റിംഗ് മാനേജർമാരുടെ സാലറിയുടെ ടോട്ടലാണ് രണ്ടാമതായി കണ്ടെത്തുന്നത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദി മാർക്കറ്റിംഗ് മാനേജർ. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ പ്രധാനമായും സ്പ്രെഡ്ഷീറ്റ് എന്ന യൂണിറ്റിൽ പ്രതിപാദിക്കുന്ന രണ്ട് ഫംഗ്ഷനുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ആദ്യം ആ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ്, നെയിമിംഗ് റേഞ്ച്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ടോട്ടൽ സാലറി കണ്ടെത്തേണ്ടത് ആ മന്ത്ലി സാലറി എന്ന മന്ത്ലി സാലറി അടങ്ങുന്ന സെല്ലുകളുടെ റേഞ്ചിന് നമ്മൾ ടോട്ടൽ സാലറി എന്ന് പേര് നൽകിയിട്ടാവണം. അപ്പോൾ ഒരു റേഞ്ചിന് പേര് നൽകുന്നതിനെയാണ് നെയിമിംഗ് റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ റേഞ്ചിന് പേര് നൽകുകയാണെങ്കിൽ നമുക്ക് ഫോർമുല തയ്യാറാക്കുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാനും അതിൻ്റെ കോംപ്ലക്സിറ്റി ഇല്ലാതാക്കാനും കഴിയും. അപ്പോൾ ഒരു റേഞ്ചിന് പേര് നൽകുന്നത് എങ്ങനെ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ, ആദ്യം നമുക്ക് ഏത് റേഞ്ചിനാണോ പേര് നൽകേണ്ടത് ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലിബർ ഓഫീസ് കാൽക്കിലെ ഇൻസെർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ആ ഇൻസെർട്ട് മെനുവിൽ നെയിംസ് എന്ന ഓപ്ഷൻ കാണാം. ആ നെയിംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്തായിട്ട് മറ്റൊരു ഓപ്ഷൻ അവിടെ കാണാവുന്നതാണ് ഡിഫൈൻ. ആ ഡിഫൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും. ആ വിൻഡോയിൽ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന റേഞ്ചിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു റേഞ്ചിന് പേര് നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെ റേഞ്ചിന് പേര് നൽകി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ടോട്ടൽ മന്ത്ലി സാലറിയാണ് കണ്ടെത്തേണ്ടത്. ടോട്ടൽ മന്ത്ലി സാലറി കണ്ടെത്താൻ വേണ്ടി നമുക്ക് സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ സം ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദി സം ഓഫ് ദി ഗിവൺ നമ്പേഴ്സ് സെൽ ഓർ റേഞ്ച് ഓഫ് സെൽ. ഒരു കൂട്ടം സെല്ലുകളിലോ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെല്ലുകളിലോ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നമ്പേഴ്സിന്റെ സം കണ്ടെത്തുന്നതിന് വേണ്ടി, ആകെത്തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ ടോട്ടൽ മന്ത്ലി സാലറി കണ്ടെത്താൻ വേണ്ടി നമുക്ക് സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിന്റെ സിന്റാക്സ് സം ബ്രാക്കറ്റിൽ റേഞ്ച്,
സമ്മ് അതിന്റെ ബ്രാക്കറ്റിൽ ഏത് സെല്ലുകളുടെ ഏത് റേഞ്ച് ഓഫ് സെല്ലുകളുടെയാണോ ടോട്ടൽ കണ്ടെത്തേണ്ടത് ആ റേഞ്ച് ഓഫ് സെല്ലിന്റെ അഡ്രസ്സ് നൽകുക. ദെൻ അതിനുശേഷം സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആ ടോട്ടൽ മന്ത്ലി സാലറി നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും മാർക്കറ്റിംഗ് മാനേജർമാരുടെ ടോട്ടൽ സാലറി കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് ഒരു കണ്ടീഷൻ പ്രകാരമാണ് ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനെ അടിസ്ഥാനമാക്കി ആകെത്തുക കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് സം ഈഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ സം ഈഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ദിസ് ഫംഗ്ഷൻ ആഡ് വാല്യൂ ഇൻ എ റേഞ്ച് വിച്ച് സാറ്റിസ്ഫൈ ദി ഗിവൻ കണ്ടീഷൻ. നമ്മൾ നൽകിയിട്ടുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റേഞ്ചുകളിൽ ഉൾക്കൊള്ളുന്ന വാല്യൂസിനെ ആഡ് ചെയ്യാൻ വേണ്ടി ആകെത്തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സം ഈഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സം ഈഫ് ഫംഗ്ഷന്റെ സിന്റാക്സ് മനസ്സിലാക്കാം. സം ഈഫ് ഫംഗ്ഷന്റെ സിന്റാക്സ് സം ഈഫ് ബ്രാക്കറ്റിൽ റേഞ്ച് കോമ ക്രൈറ്റീരിയ കോമ സം റേഞ്ച്. ഇവിടെ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ക്രൈറ്റീരിയ ഈ പ്രത്യേക കണ്ടീഷൻ നമ്മൾ ഏത് റേഞ്ചിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ റേഞ്ചാണ് ആദ്യം നൽകുക. ആ റേഞ്ചിന്റെ അഡ്രസ്സാണ് ആദ്യം നൽകേണ്ടത്. അതിനുശേഷം കൊട്ടേഷനിലായിട്ട് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ എന്താണോ. അപ്പൊ ഇവിടെ ഉദാഹരണമായി നമ്മൾ ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് മാനേജർ എന്ന കണ്ടീഷനാണ്. മാർക്കറ്റിംഗ് മാനേജറുടെ ടോട്ടൽ സാലറിയെ കണ്ടെത്തേണ്ടതുള്ളൂ. നെക്സ്റ്റ് വരുന്ന തേർഡ് സം റേഞ്ച്. നമ്മൾ ഏത് റേഞ്ചിലെ നമ്പേഴ്സ് ആണോ ടോട്ടൽ ചെയ്യേണ്ടത് ആ റേഞ്ചാണ് സം റേഞ്ച് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സം ഈഫിന്റെ സിന്റാക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുകളിൽ നൽകിയിട്ടുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ആദ്യം അതിന്റെ പ്രൊസീജിയർ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓപ്പൺ ലിബ്രെ ഓഫീസ് കാൽക്ക്. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. ആപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന പ്രൊസീജിയറിലൂടെ നമുക്ക് ഒരു ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എൻ്റർ ദി കോളം ഹെഡിങ്സ് ആസ് ഷോൺ ബിലോ. താഴെ പറയുന്നത് പോലെ നമ്മൾ കോളം ഹെഡിങ്സ് നൽകുക. ഓരോ കോളം ഹെഡിങ്സുകൾ എന്തായിരുന്നു? ദെൻ എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി. ഈ 3 കോളം ഹെഡിങ്ങുകൾ നൽകുക. A1, B1, C1 എന്നീ സെല്ലുകളിലായിട്ട് ആദ്യം നമ്മൾ കോളം ഹെഡിങ് നൽകുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഗിവൺ ഡീറ്റെയിൽസ്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള ഓരോ എംപ്ലോയീസിന്റെ പേരും ഡെസിഗ്നേഷനും മന്ത്ലി സാലറിയും അതിന്റെ തൊട്ടു താഴെയായി നമ്മൾ എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റേഞ്ചിന് പേര് നൽകണം. ഇവിടെ റേഞ്ചിന് പേര് നൽകുന്നത് മന്ത്ലി സാലറി എന്ന റേഞ്ച്, ആ മന്ത്ലി സാലറി അടങ്ങുന്ന സെല്ലുകൾ അടങ്ങുന്ന ആ സെല്ലുകൾക്കാണ്, ആ റേഞ്ചിനാണ് നമ്മൾ പേര് നൽകേണ്ടത്. അതിനുവേണ്ടി ആദ്യം സെലക്ട് ദി റേഞ്ച് ഫ്രം C2 to C7. അതായത് മന്ത്ലി സാലറി എൻ്റർ ചെയ്തിട്ടുള്ള C2 മുതൽ C7 വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക. അത്രയും സെല്ലുകൾ എന്നാണ് അത്. ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലെ തന്നെ നെയിം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെയിം ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പുതിയ ഓപ്ഷൻ ലിസ്റ്റ് കാണാം. അതിൽ ഡിഫൈൻ ക്ലിക്ക് ചെയ്യുക. ഡിഫൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വിൻഡോ കാണാൻ കഴിയും. ആ വിൻഡോയിൽ നിങ്ങൾ റേഞ്ചിന്റെ പേര് ടോട്ടൽ അണ്ടർസ്കോർ സാലറി എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആ C2 to C7 എന്ന റേഞ്ച് അഡ്രസ്സിന് ടോട്ടൽ സാലറി എന്ന പേര് നൽകി കഴിഞ്ഞു. ഇത് നൽകി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഫോളോയിങ് ലേബൽസ് ആൻഡ് ഫോർമുല. ഇനി നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനുള്ള ചില ലേബൽസും ഫോർമുലയും എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ D1, D2 എന്ന സെല്ലുകളിലായിട്ട് ലേബലുകളായി ടോട്ടൽ മന്ത്ലി സാലറി എന്നും ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദി മാർക്കറ്റിംഗ് മാനേജർ എന്നും ടൈപ്പ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്യേണ്ടത് D1ലും D2ലാണ്. ഇനി അതിന് തൊട്ടപ്പുറത്ത് D1ന് നേരെയുള്ള E1 എന്ന സെല്ലിൽ ടോട്ടൽ മന്ത്ലി സാലറി കാണാനുള്ള ഫോർമുല നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്താണ് ഫോർമുല ടൈപ്പ് ചെയ്യേണ്ടത്? ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ നമ്മൾ മുമ്പ് നൽകിയ റേഞ്ചിന്റെ പേര്, അതായത് ടോട്ടൽ അണ്ടർസ്കോർ സാലറി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സാലറി കാണാൻ കഴിയും. ഇനി മാർക്കറ്റിംഗ് മാനേജർമാരുടെ ടോട്ടൽ സാലറിയാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റിൽ B2 to B7. B2 to B7 എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടീഷൻ സെർച്ച് ചെയ്യുന്നത്
ഡെസിഗ്നേഷൻ ഓരോ ആളുകളുടെയും ഡെസിഗ്നേഷൻ നൽകിയിട്ടുള്ള ആ സെല്ലിലാണ് മാർക്കറ്റിംഗ് മാനേജർ എന്ന കണ്ടീഷൻ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ B2 to B7 എന്ന് നൽകിയതിനു ശേഷം കോമ നൽകുക. അതിനുശേഷം കൊട്ടേഷനിൽ ഡബിൾ കൊട്ടേഷനിൽ M എന്ന് നൽകുക. ദെൻ കോമ, ദെൻ നമ്മളുടെ ടോട്ടൽ സാലറി, അതായത് ആ മന്ത്ലി സാലറി എന്ന റേഞ്ചിന് നമ്മൾ പേര് നൽകിയിട്ടുള്ള ടോട്ടൽ സാലറിയാണ്. അപ്പോൾ ടോട്ടൽ സാലറി എന്ന് എൻ്റർ ചെയ്തതിനു ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ വിശദീകരിച്ചു. ഇനി ഈ പ്രോബ്ലം നമുക്ക് ലൈവായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. അതിനായി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആദ്യം ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്. ഇങ്ങനെ കാൽക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ദെൻ എൻ്റർ ദി ഫോളോയിങ് കോളം ഹെഡിങ്. A1, B1, C1 എന്നീ സെല്ലുകളിലായി നമുക്ക് കോളം ഹെഡിങ് ടൈപ്പ് ചെയ്യാം. A1, B1, C1 എന്നീ സെല്ലുകളിലായിട്ട് കോളം ഹെഡിങ് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, A1, B1, C1 എന്നീ സെല്ലുകളിലായി എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി എന്നീ ഹെഡിങ്ങുകൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഗിവൺ ഡീറ്റെയിൽസ് ആസ് പെർ ദി ക്വസ്റ്റ്യൻ നൽകിയതുപോലെ ഡീറ്റെയിൽസ് എല്ലാം എംപ്ലോയീസിന്റെ പേരും ഡെസിഗ്നേഷനും മന്ത്ലി സാലറിയും എൻ്റർ ചെയ്യുക. ഇപ്പോൾ എല്ലാ എംപ്ലോയീസിന്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മന്ത്ലി സാലറി എന്ന സാലറി എൻ്റർ ചെയ്തിട്ടുള്ള റേഞ്ചിന് പേര് നൽകലാണ്, നെയിമിംഗ് ഓഫ് റേഞ്ച്. അതിനുവേണ്ടി മന്ത്ലി സാലറി എൻ്റർ ചെയ്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് C2 മുതൽ C7 വരെയുള്ള. പ്രത്യേകം ശ്രദ്ധിക്കണം, മന്ത്ലി സാലറി എന്ന സെല്ല് ഉൾപ്പെടരുത്. ആ സാലറി എമൗണ്ട് എൻ്റർ ചെയ്തിട്ടുള്ള സെല്ലുകൾ മാത്രമേ ഉൾപ്പെടാവൂ. C2 മുതൽ C7 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. അത്രയും ആ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം C2 to C7 ഉള്ള റേഞ്ചുകൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നെയിംസ് എന്ന് കാണാം. നെയിംസിന് തൊട്ടപ്പുറത്ത് ഡിഫൈൻ എന്ന് കാണാം. ഡിഫൈനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഡിഫൈൻ നെയിം എന്ന വിൻഡോ കാണാവുന്നതാണ്. അതിൻ്റെ താഴെ നെയിം എന്ന ഇതിൻ്റെ തൊട്ടു താഴെ കർസർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അവിടെ നമുക്ക് റേഞ്ചിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ടോട്ടൽ അണ്ടർസ്കോർ സാലറി എന്ന് ഞാൻ ആ റേഞ്ചിന് പേര് നൽകി. ആ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റേഞ്ചിന് പേര് നൽകിക്കഴിഞ്ഞു. ഇങ്ങനെ റേഞ്ചിന് നൽകിയ പേര് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും മറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ ഇൻസേർട്ട് മെനുവിൽ നെയിംസിൽ നിങ്ങൾ മാനേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ടോട്ടൽ റേഞ്ചിൻ്റെ പേര് ഇവിടെ കാണാം. ഇതിൽ എന്തെങ്കിലും പിഴവോ മറ്റോ സംഭവിച്ചതെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അതിൽ ഏത് റേഞ്ചിൻ്റെ സെൽ റേഞ്ചുകൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്ത റേഞ്ചിൻ്റെ നെയിം പേര് നൽകിയിട്ടുള്ള റേഞ്ചിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് എൻ്റർ ചെയ്യാനൊക്കെ ഈ രീതിയിൽ മാനേജ് നെയിമിൽ ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും എൻ്റർ ചെയ്യാം. ഒക്കെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പിഴവ് സംഭവിക്കുമ്പോൾ ഇങ്ങനെ തിരുത്താവുന്നതാണ്. ഇനി റേഞ്ചിന് പേര് നൽകി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഫോളോയിങ് ലേബൽ ആൻഡ് ഫോർമുല. അതിനുവേണ്ടി നമുക്ക് ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു മാർക്കറ്റിംഗ് മാനേജർ എന്നിങ്ങനെ D1, D2 കോളങ്ങളിൽ ആ ലേബൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ലേബൽ നൽകേണ്ടത് എന്തൊക്കെയാണ്? ടോട്ടൽ മന്ത്ലി സാലറി D1ലും D2ൽ ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു മാർക്കറ്റിംഗ് മാനേജർ എന്നും എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്തതിനു ശേഷം ഇനി E1, E2 കോളങ്ങളിൽ നമുക്ക് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഫോർമുല ടൈപ്പ് ചെയ്യാം. അപ്പോൾ E1 കോളത്തിൽ ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ നമ്മൾ റേഞ്ചാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതായത് C2 to C7 എന്നുള്ള റേഞ്ചാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ആ റേഞ്ചിന് നമ്മൾ ഒരു പേര് നൽകി കഴിഞ്ഞു, ടോട്ടൽ അണ്ടർസ്കോർ സാലറി. അപ്പോൾ ആ
പേര് ടൈപ്പ് ചെയ്താൽ മതി. ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴേ മുകളിൽ നിങ്ങൾക്ക് കാണാം ടോട്ടൽ സാലറി എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ട് മുകളിലായി. അപ്പൊ വീണ്ടും അത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താലും മതി. ഓട്ടോമാറ്റിക്കായി നമ്മളുടെ റേഞ്ചിന്റെ പേര് ഇവിടെ കാണാം. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാർക്കറ്റിംഗ് മാനേജർമാരുടെ ടോട്ടൽ സാലറി. നമുക്കറിയാം ഇവിടെ MM എന്ന് 2 സെല്ലുകളിൽ കാണാം. 2 സെല്ല്, രൂപയും റെനയും MM എന്നുള്ള മാർക്കറ്റിംഗ് മാനേജറാണ് ഡെസിഗ്നേഷൻ. അപ്പോൾ ആ മാർക്കറ്റിംഗ് മാനേജർമാരുടെ ടോട്ടൽ സാലറി എങ്ങനെയാണ് കാണുന്നത്? അതിനുവേണ്ടി എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? നമ്മൾ സം ഈഫ് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ ടു സം ഈഫ്, ദെൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കായി വന്നുകൊള്ളും. ഇനി നമ്മൾ ആദ്യം റേഞ്ച്, ഈ ക്രൈറ്റീരിയ സെർച്ച് ചെയ്യുന്ന റേഞ്ചാണ് നൽകേണ്ടത്. ഈ ക്രൈറ്റീരിയ മാർക്കറ്റിംഗ് മാനേജർ എന്ന ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നത് B2 മുതൽ B7 വരെയുള്ള റേഞ്ചുകളിലാണ്. അപ്പോൾ B2 മുതൽ B7 വരെ നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് അഡ്രസ് ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നതായിട്ട് കാണാം. B2 to B7, കോമ. ഇനി ഡബിൾ കൊട്ടേഷനിലാണ് നൽകേണ്ടത്. M എന്ന് നൽകുക, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, കോമ. ഇനി നമ്മൾ ഈ മാർക്കറ്റിംഗ് മാനേജറുടെ ടോട്ടൽ സാലറിയാണ് കണ്ടെത്തേണ്ടത്. ആ ടോട്ടൽ സാലറി ഈ C2 to C7 എന്ന റേഞ്ചിലാണുള്ളത്. അതിൻ്റെ ഒരു പേര് നൽകിയിട്ടുണ്ട്, ടോട്ടൽ അണ്ടർസ്കോർ സാലറി. അപ്പോൾ അത് ടൈപ്പ് ചെയ്താൽ മതി. ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴേക്കും അവിടെ വന്നു കഴിഞ്ഞു. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ദെൻ ടോട്ടൽ സാലറി ഓട്ടോമാറ്റിക്കായി വന്നു കഴിഞ്ഞു. ജസ്റ്റ് എൻ്റർ ഒന്നുകൂടി പ്രസ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് കാണാം. നോക്കൂ, മാർക്കറ്റിംഗ് മാനേജർ 15,000, ഒരു 35,000, ടോട്ടൽ 50,000. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം റേഞ്ചിന് പേര് നൽകണം. പിന്നെ സം എന്ന ഫംഗ്ഷനും സം ഈഫ് എന്ന ഫംഗ്ഷനുമാണ് നമ്മൾ ഉപയോഗിച്ചത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഈ പ്രോബ്ലം ലൈവായിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് വിശദീകരിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രയാസങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കാൻ മടിക്കരുത്. ഇതിന്റെ പ്രൊസീജിയർ ഒന്നുകൂടി വിശദീകരിക്കാം. ആദ്യം ഓപ്പൺ ലിബ്രിയോഫീസ് കാൽക്ക്, ദെൻ എൻ്റർ ദി കോളം ഹെഡിങ്സ്, ദെൻ എൻ്റർ ദി ഗിവൺ ഡീറ്റെയിൽസ്. എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം റേഞ്ചിന് പേര് നൽകുക. റേഞ്ചിന് പേര് നൽകിയതിനു ശേഷം ആദ്യം ലേബലും പിന്നീട് ആ ലേബലിന് തൊട്ട് നേരെയായി E1 E2 കോളത്തിൽ അതുമായി ബന്ധപ്പെട്ട ഫോർമുലയും ടൈപ്പ് ചെയ്യുക. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഔട്ട്പുട്ട് ഈ രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത് എന്ന് ഒന്നുകൂടി വിശദീകരിച്ചു. സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായി ഗ്രൂപ്പിൽ ഉന്നയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.